ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷു റൂമിൽ വന്നതിന് ശേഷം തൻ്റെ മേല് ഉള്ള അടയാളങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ശ്രീജ വരുമ്പോഴേക്കും വേഗം തന്നെ ഷർട്ട് ഇടാണ് കേട്ടോ. എന്താ വിഷയട്ടെ, എന്തേ കാണുന്നത്, മേലൊക്കെ ആകെ അടയാളങ്ങളുണ്ടല്ലോ. ആ പോലീസുകാരൻ വിഷയടനെ തല്ലിയല്ലേ എന്ന് പറയാനിട്ട്. ഇല്ലടി ഇല്ല, നോണ പറയണ്ട, ഞാൻ കണ്ടതാന്ന് പറയട്ടോ. എടി അച്ഛൻ്റെ എന്നെ മുന്നിലിട്ടാണ് വിനായകനെ തല്ലിയത്. അപ്പം അച്ഛൻ അല്ലറ കളഞ്ഞത് എൻ്റെ കണ്ണിൽ കണ്ടതാണ്. എന്നെ കൂടി തല്ലണുണ്ടോ ഞാൻ പിന്നെ അച്ഛനത് സഹിക്കൂല. അതുകൊണ്ടാണ് ഞാൻ തല്ലിയില്ലാന്ന് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീജാണിങ്ങനെ വിശ്വനെ കെട്ടിപ്പിടിച്ച് കരയാണ്. സാരില്ലടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ വേദനയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം വിനായകൻ്റെ അടുത്ത് വന്നിട്ട് നന്ദിനി ദേഷ്യപ്പെടാണ്. നിങ്ങളുടെ അച്ഛനെ എന്നെ ക്ഷുദ്രജീവി എന്ന് വിളിച്ചത് കേട്ടില്ലേ? നിന്നെയോ? അത് നിന്നെയല്ല, പോലീസുകാരനല്ലേ, അല്ല എന്നെ തന്നെയാണ്. കറക്റ്റ് ഒരു സമയം വന്നപ്പോൾ എല്ലാ ക്ഷുദ്രജീവികളും തല പൊക്കിന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിനായകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിലും നിനക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാവും അച്ഛൻ അങ്ങനെ പറഞ്ഞതേ. ആ പോലീസുകാരൻ നിങ്ങളെ തല്ലിയുള്ളൂ, ഞാൻ നിങ്ങളുടെ കണ്ണ് കുത്തി പൊട്ടിക്കൂട്ടാ എന്നൊക്കെ പറയാണ് കേട്ടോ നന്ദിനി. എടിപ്പം നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ആകെ മേല് വേദന എടുത്തിട്ട് കെടുക്കുക. അല്ലാതെ നിങ്ങളുടെ അച്ഛനെ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങിയോന്ന് ഞാനൊരു സംശയം. ഗുണ്ടാപ്പണിക്കോ? നീ എന്തേ പറയുന്നത്? അല്ല, നിങ്ങളുടെ അച്ഛനെ ഇപ്പോൾ വിക്രത്തിനെ ന്യായീകരിച്ചല്ലേ പറയുന്നത്. അത് പിന്നെ കുറച്ച് നാളായിട്ട് അവർ തമ്മിൽ തിരി അകൽച്ച ഉണ്ടായല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ അടുപ്പായപ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാം ആരോടാണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരെ വേദന ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ നമ്പർ കാണുമ്പോൾ നന്ദിനി എടുത്തി എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, എടി നീയും നിൻ്റെ ഗുണ്ടാ ഭർത്താവും കൂടിയിട്ടേ ഞങ്ങളെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയട്ടോ. എന്താ ഞാൻ എന്ത് തെറ്റിയത്? നീയും നിൻ്റെ ഭർത്താവും കൂടി ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇപ്പം ഞാനും ഈ വീട്ടുകാരും ഒക്കെയാണെന്ന് പറയുകയാണ് കേട്ടോ. നന്ദിനി അടുത്ത് എന്തേ പറയുന്നത്? ആ പോലീസുകാരെ അച്ഛനെ വിനയേട്ടനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വിനയേട്ടനെ തല്ലി ചതച്ചടി കൊണ്ടുവന്നിട്ടിരിക്കുന്നതെന്ന് പറയും. അയ്യോ, ഞാൻ ദർശനെ കൊണ്ട് വിളിപ്പിച്ചതാണല്ലോ, ദേഹോപദ്രവമൊന്നും ചെയ്തിട്ടില്ല എന്നാണല്ലോ അവർ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞു, അതെ ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തുണ്ടാക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ് നന്ദിനിയുടെ പറഞ്ഞത്. എടി അതിൻ്റെ അനിയത്തി വരുണും തമ്മിലുള്ള പ്രണയം അറിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് അത് മുടക്കാൻ നോക്കിയതല്ലേ നീയും വിക്രമും തമ്മിൽ. അത് അവൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ മനഃപൂർവ്വമാണ് വിക്രമിനെ കൊണ്ട് വരുണിനെ കൊല്ലിച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടിപ്പോൾ അവൻ ഒളിവിൽ പോയി. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മുഴുവൻ ഞങ്ങൾക്കാണ്. ഇനിയെങ്ങാനും ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ വിനയേട്ടൻ്റെ മേലെ ഒരു മണ്ണ് തരിയ നുള്ളിയിട്ടിട്ടുണ്ടെങ്കിലേ അറിയാതെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയോട് വേദ പറയുന്നത്, നന്ദിനിയുടെ ഞാനിതൊന്നും അറിഞ്ഞതല്ല, വിക്രമാണിത് ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നില്ല, അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്, നീയും വിക്രം കൂടി ചേർന്ന് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ വിനായകൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നന്ദിനി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നാലും ഇത്ര വേണ്ടായിരുന്നു നന്ദിനി, പിന്നെ ഇത്ര വേണ്ടായിരുന്നു, ഇങ്ങനെ നീ കിടന്നേ, ഞാനിവിടെ കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ കെടുക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് വിക്രം വേദയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാണ്. അപ്പോൾ വേദ ഫോൺ വിളിക്കുകയാണ് ഈ സമയത്ത് ഇഷിതയുടെ ഫോണിലേക്ക്. ഇഷിത കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, വിക്രമിനെ ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കുന്ന കാരണം. നീ കളിയാക്കാതെ ഫോൺ കൊടുത്തേന്ന് വേദ പറയുന്നുണ്ട്. അങ്ങനെ വേദ ഫോൺ കൊണ്ട് വേഗം തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെ കയ്യിൽ. അപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വേദ റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു റിങ് തരണം, അവിടെ എത്താറാവുമ്പോൾ ഞാൻ തന്നെ വന്നിട്ട് ഗേറ്റ് തുറന്നോളാം, മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ആക്കിക്കോളാം, CCTV ക്യാമറ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രമിനെ ബോധ്യപ്പെടുത്താണ്. ഇനിയും അവിടെ നിന്ന് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്ത് കൊണ്ടുവരണം വേദ. ഇപ്പോൾ നീ എടുക്കുന്ന റിസ്ക് നിനക്ക് കൂടുതൽ അപകടമാവുള്ളൂ, അതൊന്നും സാരില്ല, ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഏറ്റെടുത്തൊരു കാര്യമാണ്, അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ശരിയാക്കിയെടുക്കണം. സഹായം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം സത്യം തെളിയിക്കണം. ഇപ്പം തന്നെ പ്രശ്നങ്ങൾ ആകെ വഷളായി. എന്ത് വഷളായി? വീട്ടിൽ പോലീസുകാർ വന്നിരുന്നു എന്നാണ് നന്ദിനിയുടെ തന്നെ വിളിച്ച് പറഞ്ഞത്. അച്ഛനെയും വിനയേട്ടനെയും വിശ്വേട്ടനെയും കൂടിയിട്ട് പോലീസുകാർ കൊണ്ടുപോയി വിനയേട്ടനെ തല്ലിച്ചതച്ചെന്നാണ് കേട്ടത്. അച്ഛനെന്തെങ്കിലും സംഭവിച്ചോ? അതറിയില്ല, എന്തായാലും ആ പോലീസുകാരനായതുകൊണ്ട് വിശ്വസിക്കാനൊന്നും പറ്റൂല എന്ന് പറയാണ് കേട്ടോ. ഞാൻ കാരണം അച്ഛനും കൂടിയിട്ട് ആകെ വിഷമമായല്ലോ, സാറില്ല. അപ്പോൾ തന്നെ വിക്രമിൻ്റെ മനസ്സിൽ ദേഷ്യം ഇങ്ങനെ ആകെ വരികയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുക എന്തൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല. അപ്പോഴേക്കും വിക്രം തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു കേട്ടോ. എങ്കിലും ഇവിടെ വന്നതിന് ശേഷം റിങ് ചെയ്യി 11 മണി കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി, 12 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വിക്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിക്രം ഇഷിതിനോട് പറയുകയാണ്, 1 മണിക്കൂർ സമയത്ത് എനിക്ക് കാറിൻ്റെ കീ ഒന്ന് തരുമെന്ന് ചോദിക്കുകയാണ്. കാറിൻ്റെ കീയോ? എന്തിന് ചോദിക്കാൻ കേട്ടോ, എനിക്കൊരു സ്ഥലം വരെ പോകണ്ട്. ഇല്ലില്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറയാം. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എനിക്കൊരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. ഇപ്പോൾ ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ വിഷമിക്കുക, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇഷിത പറയാണ്, ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, നടക്കുന്ന കാര്യം പറയും വിക്രം. വേദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല, വേദ അറിയരുത്, വേദ അറിയാതെ വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ ടാക്സി വിളിച്ച് പോകേണ്ടി വരും, എനിക്കൊരു ടാക്സി വിളിച്ച് തന്നാലും മതി.
കാറിൻ്റെ കീ തരുന്നത് കൊണ്ടല്ല, പക്ഷേ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ പോയി വരാം, ഇത് അത്യാവശ്യമാണ്, ഒഴിവാക്കാൻ പറ്റൂല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാവും. ഇപ്പം എന്നെ പോകാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് എനിക്ക് കഴിയേയില്ല എന്ന് പറയാൻ കേട്ടോ. അവസാനം ഇഷിത കീ കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം വാക്ക് കൊടുക്കുന്നുണ്ട്, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചെത്താം, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദനയോടൊന്ന് വേണ്ട വേദ പോലും അറിയാൻ പാടില്ല, എന്താ എങ്ങോട്ടാണ് പോകണമെന്ന് എന്നോട് പറഞ്ഞൂടേന്ന് ചോദിക്കാണ്ട് ഇഷിത. പോണത് പറയാൻ പറ്റില്ല, പക്ഷേ പോയി വന്നിട്ട് ഞാൻ പറയാമെന്ന് പറയാണ് കേട്ടോ. ഇതിപ്പോൾ വേദനയോട് പോലും പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് ഇഷിതയോട് പറയുകയാണേ. അപ്പോൾ ഇഷിത ലാസ്റ്റ് മനസ്സില്ലാ മനസ്സോടെ കാറിൻ്റെ കീ കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുകയാണ്, ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരാം, വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ പോകുകയാണ്. ഇതേ സമയം സാബും ചന്ദ്രശേഖരനും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരനാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് നന്നായി, എന്തായാലും അവൻ്റെ കുടുംബക്കാർക്ക് ഇട്ട് 4 എണ്ണം കൊടുത്തത് വളരെയധികം നന്നായി, ഇനിയെങ്കിലും അവന് മനസ്സിലാവട്ടെ. പിന്നെ വാസവൻ്റെ വീട്ടുകാരും വാസവൻ്റെ ആൾക്കാരും ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ചെല്ലണം. അപ്പോൾ വാസവൻ്റെ ആൾക്കാർ കയറി ചെല്ലുന്ന വീട് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ അവന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റൂല, അവൻ മാളത്തിൽ നിന്ന് പുറത്ത് ചാടും. പിന്നെ നമുക്ക് ഒരാളെ വേണ്ടത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിക്കനെയാണ്. പുളിക്കനെ നമുക്ക് വേണം, പുളിക്കനെ നമുക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ പറയാനേ. വിക്രം ഒളിഞ്ഞിരിക്കുന്നതിന് പുളിക്കനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പുളിക്കനെ അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കൂല. അപ്പോൾ സാബു പറയുന്നുണ്ട്, സാറ് പേടിക്കൊന്നും വേണ്ട, പുളിക്കണതേ 1 ദിവസം തന്നാൽ മതി, ഈ കൈയിൻ്റെ അടിയിൽ ഞാൻ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ വീട്ടുകാരെ വിളിച്ച് ഇതുപോലെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സാബു പറഞ്ഞു, അയ്യോ അതൊന്നും ശരിയാവില്ല സാറേ, അതൊക്കെ വലിയ പ്രശ്നമാവും, എൻ്റെ ജോലി തെറിക്കും എന്ന് പറയാനട്ടെ. അങ്ങനെ ഒന്നും ഇല്ലടോ എന്ന് പറയാനട്ടെ. സാറേ എനിക്ക് മതി, ഇനിയും കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റൂല. പിന്നെ പോലീസുകാർ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അതൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയട്ടെ. എന്നാലും വേണ്ട സാറേ എന്ന് പറഞ്ഞിട്ട് സാബു പോകുകയാണേ. അപ്പോൾ കുടിച്ച് ഒരിത്തിരി ബോധമില്ലാതെ തന്നെയാണ് അയാൾ പോകുന്നത്. ഇതേസമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു വള്ളി ഇങ്ങനെ നേരെ ഒരു കമ്പി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വിക്രമിൻ്റെ കയ്യിലുള്ള വടിമേൽ കെട്ടി വെച്ചിട്ടുണ്ട്. സാബുവിൻ്റെ വണ്ടി എത്താറാകുമ്പോൾ തന്നെ വിക്രം ആ കമ്പി ഇങ്ങനെ പൊന്തിക്കുമ്പോൾ സാബു വണ്ടിയിൽ നിന്ന് താഴെ വീഴാണ്. താഴെ വീണിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ മുഖമൊക്കെ മറിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സാബു ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുവിനോട് വിക്രം മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ വടിയും കൊണ്ട് അടുത്തേക്ക് ചെന്നിട്ട് നെഞ്ചിനെ ഇട്ടിട്ട് ഒരു ഒറ്റ ചവിട്ടാണ്. ആ നിലയ്ക്ക് പെട്ടെന്ന് തന്നെ വീഴുന്ന സമയത്ത് സാബു വിക്രമിൻ്റെ കാല് പിടിച്ച് താഴത്തേക്ക് വലിച്ചിടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാണ്. വിക്രമിൻ്റെ ആ വെടിയേറ്റ ഭാഗത്തൊക്കെ സാബു പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ വിക്രം ആ വടി വെച്ചിട്ട് സാബുവിൻ്റെ കാല് ഒടിക്കുകയാണ് കേട്ടോ. കാല് ശരിക്കും ഒടിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ സാബു ആണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ ആ കാലിൻ്റെ ആ ഒരു ഭാഗം തന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ വേദന വീട്ടിലേക്ക് വിക്രം വരികയാണ് കേട്ടോ. പ്രമോ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രമോ ആട്ടോ കാണിച്ചിട്ടുള്ളത്. അതായത് വേദന വീട്ടിൽ വെച്ചിട്ട് വിക്രമും വേദയും തമ്മിലുള്ള ഒരു പ്രണയരംഗങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ചോറ് വാരി കൊടുക്കുന്നതും അവർ തമ്മിലുള്ള സ്നേഹവും സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അടുക്കാണ് രണ്ടുപേരും കൂടിയിട്ട്. പിന്നെ നമ്മുടെ ശങ്കരനാരായണനൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വേദനയല്ല വിക്രമിനെ വേദ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൽ ഒളിപ്പിക്കുമ്പോൾ ബാത്റൂമിൻ്റെ വാതിലിൻ്റെ ഇടയിൽ വേദന കൈയൊക്കെ പെടുമ്പോൾ കൈയൊക്കെ പിടിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ.